എം അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നോബൽ അവാർഡ് 2025. ഇനി ഈ വർഷമോ അടുത്ത വർഷമോ 2026, 27 ഒക്കെ നടക്കാനിരിക്കുന്ന ഒരുവിധ എല്ലാ മത്സര പരീക്ഷകൾക്കും ഒഴിച്ചുകൂടാനാവാത്ത പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഈ വർഷം ഒക്ടോബറിൽ ഈ മാസം കൊടുത്തു തീർത്ത നോബൽ സമ്മാനം. നോബൽ സമ്മാന അനുബന്ധിത വിഷയവും വിജയിതാക്കളും അവരുടെ ഏതൊരു കണ്ടുപിടുത്തത്തിനാണോ അവാർഡിന് അർഹമായത് എന്നാണ് നമ്മൾ ഇന്നിവിടെ ചെറിയ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. എങ്ങനെ മത്സര പരീക്ഷകൾക്ക് വേണ്ടി ഈ ഒരു കൺസെപ്റ്റ് വളരെ ലളിതമായി മനസ്സിലാക്കത്തക്ക രീതിയിലും ഒരിക്കലും ഒരു വട്ടം പഠിച്ചാൽ മറന്നു പോവാത്ത രീതിയിലും എങ്ങനെ പഠിക്കാമെന്നാണ് നമ്മൾ നോക്കി കാണാൻ പോകുന്നത്. ആദ്യമായി വൈദ്യശാസ്ത്ര നോബൽ. ഈ വർഷത്തെ വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയത് 3 ഇമ്മ്യൂണോളജിസ്റ്റുകളാണ്. കീ ടേം ഇമ്മ്യൂണിറ്റി ഓർത്തു വെക്കുക, നമ്മൾ ഇതിലേക്ക് വരുന്നതാണ്. വിജയിതാക്കൾ മേരി ഇ ബ്രെൻഗോവ്, ഫ്രെഡ് റാംസ്ഡെൽ, സൈമൺ സക്കഗുച്ചി. അപ്പോൾ നമ്മൾ ദീർഘമുള്ള പേരുകളെല്ലാം വളരെ സിമ്പിളായിട്ട് ലളിതമായി കോഡ് ഭാഷയിലൂടെയാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ കോഡ് എങ്ങനെയാണെന്ന് നോക്കാം. സൈമൺസ് ബ്രെയിൻ. ഓക്കെ, വൈദ്യശാസ്ത്രം, മെഡിസിൻ ആണ്. അപ്പോൾ ശരീരത്തിലെ തന്നെ ഒരു ഭാഗം കോഡാക്കി എടുക്കാം. ഒന്നുകൂടെയും സിമ്പിൾ ആയിരിക്കുക ഓർത്തിരിക്കാൻ. ബ്രെയിന്, തലച്ചോർ. സൈമൺസ് ബ്രെയിൻ. സൈമൺ ആരാ? ഷിമോൺ സക്കഗുച്ചി. ബ്രെയിൻ BR. ബ്രെൻഗോവ് RA. റാംസ്ഡെൽ മേരി ഇ ബ്രെൻഗോവ്, ഫ്രെഡ് റാംസ്ഡെൽ, ഷിമോൺ സക്കഗുച്ചി. കോഡ് എന്താണ്? സൈമൺസ് ബ്രെയിൻ. ഇനി ഏതൊരു നേട്ടത്തിനാണ് അവർക്ക് മൂവർക്കും അവാർഡ് ലഭിച്ചതെന്ന് നോക്കാം. ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തിലെ പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ്. അപ്പോൾ നമ്മൾ കീ ടേം ഇമ്മ്യൂണിറ്റി. അപ്പോൾ ഓപ്ഷനിൽ പ്രതിരോധത്തെ കുറിച്ച് പറയുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉണ്ടാവുള്ളൂ, അതായിരിക്കും റൈറ്റ് ആൻസർ. ഓർത്തു വെക്കുക. റെഗുലേറ്ററി T സെൽ. നമ്മുടെ ശരീരത്തിൽ ഒരു ഏലിയൻ പുറമേ ഉള്ളൊരു വസ്തു ശരീരത്തിനകത്ത് കയറിയാൽ ശരീരം അതിനെതിരെ റിയാക്ട് ചെയ്യും. പ്രതിരോധ ശേഷി, ബോഡിയുടെ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സ്വന്തം ചില ജനങ്ങളിൽ സെൽഫ് ടിഷ്യൂസ്, സ്വന്തം ടിഷ്യൂസിനെതിരെ തന്നെ ബോഡി റിയാക്ട് ചെയ്യുന്നു. ഈ പലതരം അലർജികൾ, type 1 ഡയബറ്റീസ്, ഇത്തരം രോഗങ്ങൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്നാണ് പറയുക. ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത് ഈ നമ്മുടെ ആന്റിബോഡി സ്വന്തം ടിഷ്യൂസിനെ തന്നെ ഡിസ്ട്രോയ് ചെയ്യുന്ന സംഗതികളിലാണ്. അപ്പോൾ ഒരാളുടെ ശരീരത്തിൽ എങ്ങനെ സ്വന്തം ബോഡി സ്വന്തം ടിഷ്യൂസിനെയും മറ്റു ടിഷ്യൂസിനെയും ഡിറ്റക്ട് ചെയ്ത് പ്രവർത്തിക്കുന്നു എന്ന് ബോഡിയെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു കോശമാണ് റെഗുലേറ്ററി T സെൽ. ഈ റെഗുലേറ്ററി T സെല്ലിനെയും അതിന്റെ പ്രവർത്തനത്തെയും തിരിച്ചറിയാൻ സാധിച്ചതിനാലാണ് ഏത് മൂവർക്കും സൈമൺസ് ബ്രെയിൻ, സൈമൺ സക്കഗുച്ചി, ബ്രെൻഗോവ്, റാംസ്ഡെൽ ഇത്തവണത്തെ നോബൽ ലഭിച്ചിട്ടുള്ളത്. അടുത്തതായി ഫിസിക്സ്. ഈ വർഷത്തെ ഫിസിക്സ് 2025 നോബൽ. ഇത് വളരെ സിമ്പിളാണ്. നമ്മളെ കോഡിലേക്ക് പോകുന്നതായിരിക്കും. ജോൺ ക്ലർക്ക്, മൈക്കൽ H. ദെവറത്ത്, ജോൺ M. മാർത്തിനി. അപ്പോൾ കോഡ് നമ്മൾ സിമ്പിളി പേരെടുക്കുന്നുള്ളൂ. 2 ജോണും 1 മൈക്കിളും. വിഷയം ഏതാ? ഫിസിക്സ് തന്നെ നമ്മൾ കോഡ് ഉണ്ടാക്കുന്നു. ജൂൾ അറിയില്ലേ? എനർജിയുടെ യൂണിറ്റാ. മാക്ക് വേഗതയുടെ യൂണിറ്റാ. നമ്മളെ റോക്കറ്റ്, ജെറ്റ്, F-35, റാഫേൽ പോലുള്ള ജെറ്റുകൾ പോകുന്ന വേഗതയാണ് മാക്ക് എന്ന് പറയുന്ന വേഗത. അപ്പോൾ ജൂൾ, ഫിസിക്സിലെ തന്നെ 2 യൂണിറ്റ് എടുക്കുന്നു. 2 ജൂളും 1 മാക്കും. 2 ജൂൾ പറയുമ്പോൾ 2 ജോണും 1 മൈക്കിളും. മിഷേൽ എന്നായിരിക്കും ഓപ്ഷൻ. നമ്മൾ മാക്ക്, മിഷേൽ, മൈക്കിൾ എല്ലാം ഒരു പേരാണ്. ഓർത്ത് വരിക. ഇനി ഇവരുടെ ഡിസ്കവറി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഡിസ്കവറിയാണ്. ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ്. ഇതാണ് കീവേഡ്.
കീവേഡ് ഓർത്ത് വെക്കുക. ഇതാണ് ഡിസ്കവറി. ഇനി ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗിൽ എന്താണ് ഇവർ കണ്ടെത്തിയതെന്ന് നോക്കാം. ക്വാണ്ടം മെക്കാനിക്സ് ലെവൽ എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ട് ഇലക്ട്രോൺ, പ്രോട്ടോൺ ലെവലിൽ അവയുടെ സാന്നിധ്യത്തിലുള്ള സിസ്റ്റത്തെയാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. ക്ലാസിക്കൽ മെക്കാനിക്സ് സപ്പോസ് നോർമൽ ഫിസിക്കൽ സംഗതികൾ. ഇപ്പോൾ ഇതൊരു ബോളാണ്, ഫോഴ്സ് കൊടുത്തു, ഈ തടസ്സത്തെ മതിലിനെ ബോൾ എങ്ങനെ കടന്നു പോവുക? ത്രൂ ദിസ് പാത്ത് വേ. ഇതാണ് ബോളിന്റെ സഞ്ചാരപാത. പക്ഷേ ഇൻ കേസ് ക്വാണ്ടം മെക്കാനിക്കലി ഒബ്സർവ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ എങ്ങനെയാണ് ഈ ബാരിയർ കടന്നു പോവുക? ഡയറക്റ്റായി ഈ ഒരു പാത്ത് വേ. ഈ ഒരു പ്രതിഭാസത്തെയാണ് ടണലിംഗ് എന്ന് പറയുക, ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ്. ഈ വർഷത്തെ ഇവരുടെ കണ്ടുപിടുത്തം എങ്ങനെ യുണീക്ക് ആയെന്ന് വെച്ചാൽ, ഇത്തരം ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് ഈ മൈക്രോസ്കോപ്പിക് ലെവലിലാണ് ഈ പ്രതിഭാസം കാണുക എന്ന് കരുതിയിരുന്നത് മാക്രോസ്കോപ്പിക്, അതായത് മൈക്രോസ്കോപ്പിന്റെ സഹായമില്ലാതെ തന്നെ കൈക്കകത്ത് ഫിസിക്കലി ആയി നമുക്ക് ഒബ്സർവ് ചെയ്യാവുന്ന രീതിയിൽ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ്, അതായത് ഡയറക്റ്റ് ആയിട്ട് ഇവിടുന്ന് അപ്പുറം പോകുന്ന പ്രതിഭാസം പോസിബിൾ ആണെന്ന് തെളിയിച്ചു. അതിനാലാണ് ഇത്തവണത്തെ ഫിസിക്സിലെ നോബൽ അവാർഡിന് അർഹമായത്. ഇതാണ് അവരുടെ എക്സ്പെരിമെന്റ്. സിലിക്കൺ ചിപ്പ്, ജോസഫ്സൺ ജംഗ്ഷൻ. ഇവിടെയാണ് സിലിക്കൺ ചിപ്പ് വരുന്നത്. ഇത് 2 സൂപ്പർ കണ്ടക്ടർ, ഇവിടെ ഇൻസുലേറ്റർ, ബാരിയർ വരുന്നത്. ഈ ധാരാളം കോപ്പർ പെയേഴ്സ്, വളരെ ബില്യൺ കണക്കിന്, ദശലക്ഷ കോടിക്കണക്കിന് കോപ്പർ പെയേഴ്സ് ചേർന്ന് 10 മില്ലിമീറ്റർ, 1 സെന്റിമീറ്റർ. 1 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലെങ്ത്. നമ്മളെ ഒരു കൈക്കുള്ളിൽ അകത്ത് കൈയിനുള്ളിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ്. അപ്പൊ അത്രയും ചെറിയ കണ്ണുകൊണ്ട് കാണാവുന്ന രീതിയിൽ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് പോസിബിൾ ആണെന്ന് അവർ തെളിയിച്ചു. കൂടെ തന്നെ എനർജി ക്വാണ്ടൈസേഷൻ ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട്. എനർജി ക്വാണ്ടം എന്ന് പറയുന്നത് ക്വാണ്ടം പാക്കറ്റ് ഓഫ് എനർജി. എനർജി കണ്ടിന്യൂസ് ആയിട്ടല്ല കറന്റ്, ഈ പാക്കറ്റ് എനർജി ക്വാണ്ടൈസ്ഡ് ആയിട്ട് ഉള്ള സിസ്റ്റവും അവർ ഇതിന്റെ കൂടെ തന്നെ കണ്ടുപിടിച്ചു. അപ്പോൾ ഫിസിക്സിലെ ഈ വർഷത്തെ നോബൽ നമ്മൾ ഇത്രയൊക്കെ ഉള്ളൂ. കീവേഡ് ടണലിംഗ്, ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് പോസിബിൾ ആണ്. എങ്ങനെ? മാക്രോസ്കോപ്പ്. ചിലപ്പോൾ 2 ഓപ്ഷൻ ആയിരിക്കും, രണ്ടിലും ടണലിംഗ് ഉണ്ടാവും, പക്ഷെ വ്യത്യാസം മൈക്രോയും മാക്രോയുമായിട്ടാവും. അപ്പൊ അവിടെ ക്വാണ്ടം ചെറുതാണ്, അപ്പൊ മൈക്രോ ആയിരിക്കാം എന്ന് തെറ്റിദ്ധരിക്കരുത്. മാക്രോസ്കോപ്പിക്കിലുള്ള ഈ പ്രതിഭാസത്തിന്റെ തിരിച്ചറിയലാണ് ഈ കണ്ടെത്തലിനെ യുണീക്ക് ആക്കിയത്. ഭാവിയിൽ സൂപ്പർ കമ്പ്യൂട്ടർ, ക്വാണ്ടം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ലെവലിൽ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് വളരെ പൊട്ടൻഷ്യൽ ഉള്ള സംഭാവന നൽകാൻ കഴിയുന്ന ഒരു കണ്ടുപിടുത്തമാണ് ഈ വർഷത്തെ ഫിസിക്സ് നോബലിന് അർഹമായത്. അടുത്തതായി രസതന്ത്രം, കെമിസ്ട്രി നോക്കാം. സുഷുമു കിട്ടഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ എം യാഗി. അപ്പൊ നമുക്ക് നമ്മുടേതായ കോഡ് ഉണ്ടാവും, നമ്മൾ അതിലേക്ക് തന്നെ പോകുന്നു. സുഷുമു കിട്ടഗാവ ഒന്ന് മലയാളവൽക്കരിക്കാം. സുഷമ റോബ്ഡ് ഒമർ. സുഷമ റോബ് ചെയ്തു. റോബ് എന്താ? കൊള്ളയടിച്ചു. ആരെ കൊള്ളയടിക്കൽ? റിച്ചായ ആൾക്കാരെ. അപ്പൊ റിച്ചാർഡ് റോബ്സൺ. സുഷുമു കിട്ടഗാവ, റോബ്ഡ്, റിച്ചാർഡ് റോബ്സൺ, ഒമർ എം യാഗി. വളരെ സിമ്പിളാ. സുഷമനെ ഓർക്കുക, കോഡ് ഫുള്ള് കിട്ടും. ഇനി ഡിസ്കവറി, മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക്. മെറ്റൽ, ലോഹമൂലകങ്ങളെ ഒരുമിച്ച് നിർത്തുന്ന ഓർഗാനിക് ലിങ്കേജ്, കാർബൺ മോളിക്യൂളുകളാണ് ഓർഗാനിക് കെമിസ്ട്രിയിലെ. ചെങ്ങലിയായി കൂട്ടി നിർത്തുന്നു, ഒരുമിച്ച് നിർത്തുന്നു, തുടർന്നുണ്ടാകുന്ന സ്ട്രക്ചർ. നമ്മൾ സിമ്പിളായി വരക്കുന്ന ഒരു ക്യൂബ് ആണെന്ന് കരുതാം. ഇതിനകത്ത് സ്പേസ് ഉണ്ട്, വാക്യൂളുകൾ. MOFന് എന്ത് ചെയ്യാൻ കഴിയും? പുറത്തുള്ള വാതകങ്ങളെ H2O, CO2, H2 തുടങ്ങിയ വാതകങ്ങളെ പുറത്തു നിന്ന് അബ്സോർബ് ചെയ്ത് ഇതിനകത്ത് സൂക്ഷിക്കാൻ കഴിയും. ഇനി അപ്ലിക്കേഷൻ ലെവലിൽ പറയുമ്പോൾ ഇതാണ് നമ്മളെ ഡയഗ്രാം.
പുറത്തുള്ള ഗ്യാസ് മോളിക്യൂൾ H2O വാട്ടർ ആവാം, കാർബൺ ഡൈ ഓക്സൈഡ് ആവാം, ഹൈഡ്രജൻ ആവാം. പുറത്തുള്ളതിനെ പിടിച്ച് അകത്തേക്ക് ഇടുന്നു, അട്രാക്ട് ചെയ്യുന്നു. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ ക്യാപ്ചറിന് ഇതാകാം. ഉയർന്നു വരുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് മൂലം ഉണ്ടാകുന്ന ക്ലൈമറ്റ് ചേഞ്ച് പ്രതിഭാസത്തെ തടയുന്നതിന് ഒരു പരിധി വരെ വളരെ ഹെൽപ്ഫുൾ ആവുന്ന, ഭാവിയിൽ ഹെൽപ്ഫുൾ ആയേക്കാവുന്ന ഒരു കണ്ടുപിടുത്തമാണ് ഹൈഡ്രജൻ. നമുക്കറിയാം ഗ്രീൻ ഹൈഡ്രജൻ ഭാവിയിലെ ഇന്ധനമാണെന്ന് കരുതുന്ന ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ സ്റ്റോറേജിന് സാധിക്കും. പിന്നീട് H2O വാട്ടർ മോളിക്യൂൾ. മരുഭൂമിയിലൊക്കെ രാത്രി സമയത്ത് H2O വാട്ടർ വേപ്പർ അബ്സോർബ് ചെയ്ത് വെച്ച് പകൽ കൊടും ചൂടുള്ള സമയത്ത് H2O റിലീസ് ചെയ്യത്തക്ക രീതിയിൽ ആപ്ലിക്കേഷൻ പോസിബിൾ ആണ്. പിന്നീട് വാട്ടറിൽ നിന്ന് പൊല്യൂട്ടൻസിനെ റിമൂവ് ചെയ്യാനും, അതുപോലെ വാട്ടറിൽ നിന്ന് റയർ എർത്ത് അടങ്ങിയിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് റയർ എർത്ത് മൈനിങ് സാധ്യമാക്കുക തുടങ്ങി അനവധി ആപ്ലിക്കേഷൻ ലെവലിൽ ഉപയോഗിക്കാവുന്ന ഒരു കണ്ടുപിടുത്തമാണ് ഇത്തവണ സുഷമ റോബ്ഡ് ഹോമർ. സുഷമയും റോബ്സണും ഹോമറും ചേർന്ന് കണ്ടെത്തിയ മെറ്റാലിക് ഓർഗൻ ഫ്രെയിംവർക്ക് ഡിസ്കവറി. വീഡിയോ ഒന്ന് പോസ് ചെയ്ത് ഒന്ന് വായിച്ചു നോക്കാവുന്നതാണ്. ഇതെല്ലാം വിവിധ തരത്തിലുള്ള മെറ്റാലിക് ഓർഗാനിക് ഫ്രെയിംവർക്ക് സ്ട്രക്ചറുകൾ, ആപ്ലിക്കേഷനുകൾ. ജസ്റ്റ് പേരൊന്ന് നോട്ട് ചെയ്യുക. NU-1501, CA-LF-20, ZIF-8, MIF-303, MIL-101, UIO-67. നെക്സ്റ്റ് സാഹിത്യം, ലിറ്ററേച്ചർ. L മതി, ആൻസർ ആയി. ലിറ്ററേച്ചറിന്റെ L ലാസ്ലോ. ഇനി ലാസ്ലോ ക്രസ്നഹോർക്ക എന്ന പേര് ഓർത്തില്ലെങ്കിലും വിഷയമില്ല, ലാസ്ലോ വെച്ച് മനസ്സിലാക്കാൻ കൊടുക്കുക. ഹംഗറി. ഇങ്ങനെ ലാസ്ലോക്ക് എന്തുണ്ട്? വിശപ്പുണ്ട്. എന്തിന്? നോബൽ സമ്മാനം ലഭിക്കാൻ അധികമായ വിശപ്പുണ്ട്. ഹംഗറിയാണ്. ഹി വാസ് ഹംഗ്രി ഫോർ അവാർഡ്. സോ ഹംഗറി, രാജ്യം ഹംഗറി. ഇനി കൂടെ അറിഞ്ഞിരിക്കുക, അപ്പോകലിപ്റ്റിക് ജോണറിലുള്ള ഫിക്ഷൻ ആണ് ഇദ്ദേഹത്തിന്റെ മേജർ വർക്കുകൾ. ഇതിനെല്ലാമാണ് ഇദ്ദേഹത്തിന് നോബൽ 2025 ലിറ്ററേച്ചർ ലഭിച്ചത്. നെക്സ്റ്റ് സമാധാനം, പീസ്. മറിയ കൊറീന മച്ചാഡോ. ഒരൊറ്റ ടൈം മതി, മറിയ. ഓർത്തു വെക്കാം. മറിയ ആരാ? മേരി എന്നും മറിയം എന്നെല്ലാം പേരുള്ള വളരെ സുപ്രധാനമായ ഒരു ക്യാരക്ടറാണ് അബ്രഹാമിക് റിലീജിയനിൽ മേരി അഥവാ മറിയം. മേരിയേക്കാൾ സ്യൂട്ടബിൾ ആയി ആരില്ല സമാധാനത്തിന്? ആരുമില്ല. ഈ ഒരൊറ്റ കോഡ് മതി സമാധാന നോബൽ മറിയക്കെന്ന് ഓർത്തിരിക്കാൻ. വെനസ്വേലൻ ആക്ടിവിസ്റ്റ് ആണ്. വെനസ്വേലൻ പ്രസിഡന്റ് ആയ നിക്കോളാസ് മഡുറോയുടെ ഏകാധിപത്യ രീതികളല്ല, മറിച്ച് ഡെമോക്രാറ്റിക് വാല്യൂസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഡെമോക്രാറ്റിക് ജനാധിപത്യ മൂല്യങ്ങളുള്ള മുന്നേറ്റമാണ് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടുള്ള മറിയയുടെ ആക്ടിവിസം, പ്രതിപക്ഷ നിരയിലെ മുന്നേറ്റം എല്ലാം ചേർത്ത് വെച്ചിട്ടാണ് ഈ വർഷത്തെ സമാധാന നോബൽ വെനസ്വേലയിലേക്ക് പോയത്. പിന്നെ ഇൻ കേസ് മറിയ കൊറീന എന്ന പേര് കിട്ടിയില്ലെങ്കിൽ പോലും വെനസ്വേലൻ ആക്ടിവിസ്റ്റ് ആണെന്ന് ഓർത്തു വെക്കുക. ഇൻ കേസ് ഓപ്ഷനിൽ നമുക്ക് പരിചിതമായ ആഫ്രിക്കയിലെയോ ഫലസ്തീനോ ഗ്ലോബൽ ഫ്ലോട്ടിലെയോ മറ്റ് മനുഷ്യാവകാശ മേഖലയിലെ ഉയർന്നു നിൽക്കുന്ന ഓപ്ഷനുകൾ ഉണ്ടെങ്കിൽ ഈസിയായി നമുക്ക് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് മറിയയിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. അതുകൂടെ ഒന്ന് കരുതി വെക്കുക. നെക്സ്റ്റ് എക്കണോമിക്സ്. ജോയൽ മൊക്കീർ, ഫിലിപ്പ് അഗിയോൺ, പീറ്റർ ഹോവിറ്റ്. എക്കണോമിക്സ് നോബൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഫിലിപ്സ് കർവ് ഓർമ്മ വരണം. ഫിലിപ്സ് കർവ് എന്താണ്? എക്കണോമിക്സിലെ അൺഎംപ്ലോയ്മെന്റും ഇൻഫ്ലേഷനും ഒരുമിച്ച് വരുന്ന ഒരു പ്രതിഭാസമാണ് ഫിലിപ്സ് കർവ്. അപ്പോൾ എക്കണോമിക്സിൽ നോബൽ ചോദിക്കുമ്പോൾ ഫിലിപ്സ് കർവ് എന്ന കൺസെപ്റ്റ് ഓർത്ത് വെക്കുക. നമ്മൾ കോഡിലേക്ക് കടക്കാം. ഫിലിപ്പ് വെന്റ് ടു ജൂപ്പിറ്റർ. ഫിലിപ്പ് ആരാ? ഫിലിപ്പ് അഗിയോൺ.
വെന്റ് ടു പോയി, ഫിലിപ്പ് ജൂപ്പിറ്ററിലേക്ക് പോയി. ജൂപ്പിറ്ററിൽ ഉണ്ട് നമ്മളെ ബാക്കി രണ്ടുപേരുമുണ്ട്, ജോയൽ, പീറ്റർ. പീറ്റർ ഫിലിപ്പ് വെന്റ് ടു ജൂപ്പിറ്റർ. എക്കണോമിക്സിന് നോബൽ അപ്പൊ ആർക്കൊക്കെ ലഭിച്ച? ഫിലിപ്പ് സഗിയോണ്, ജോയൽ, പീറ്റർ ഹൊബിറ്റ്. ഇനി അവരുടെ സംഭാവന. സസ്റ്റെയിൻഡ് ഗ്രോത്ത്, ദീർഘകാലത്തേക്കുള്ള ഗ്രോത്ത് എങ്ങനെ? ടെക്നോളജിക്കൽ പ്രോഗ്രസ്, ടെക്നോളജിയിലുള്ള മുന്നേറ്റം നയിക്കുന്ന സസ്റ്റെയിൻഡ് ഗ്രോത്ത് ജോയലിന് നേടിക്കൊടുത്ത അവാർഡ്. അതുപോലെ തന്നെ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഓൾഡ് സ്ട്രക്ചർ, കാലങ്ങളായി ഉള്ള സ്ട്രക്ചറുകൾ പൊളിച്ചു നീക്കിക്കൊണ്ട് പുതിയതും ന്യൂ ഇന്നോവേഷൻ, അവിടെ പുതിയ സംരംഭങ്ങളും മറ്റും വന്നതിന്റെ ഫലമായി ഉണ്ടാവുന്ന സസ്റ്റെയിൻഡ് ഗ്രോത്ത്. ആ ഒരു തിയറിക്കാണ് ഫിലിപ്പ് പീറ്റർ മൂവർക്കും എക്കണോമിക്സ് നോബൽ നേടിക്കൊടുത്തത്. നമ്മൾ ഫൈനലൈസ് ചെയ്യുക. നോബൽ പഠിക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് സബ്ജക്റ്റ് എഴുതുക, വിന്നേഴ്സിന്റെ കോഡ് എഴുതുക, ഡിസ്കവറി കീ ടേം. ജസ്റ്റ് 2-3 പേജ് നോട്ടൊന്നും ദീർഘമായിട്ട് ഉണ്ടാക്കേണ്ട ഒരു കാര്യവുമില്ല. വളരെ ഒരു പേജിൽ ഹാഫ് സൈഡിൽ ഒതുങ്ങാവുന്നതേ ഉള്ളൂ നോബൽ നോട്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. വിഗതശാസ്ത്രം സൈമൺസ് ബ്രെയിൻ, സിമോണ് ബ്രെൻഗൗ, റാംസ്ഡൺ. കീ ടേം ഇമ്മ്യൂണിറ്റി, പ്രതിരോധം. ഫിസിക്സ് 2 ജോണും മാക്കും, ജോണും മൈക്കിളും. ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ്. രസതന്ത്രം സുഷമ റോബ്സൺ ഒമർ. മോളിക്കുലർ ഓർഗാനിക് ഫ്രെയിംവർക്ക്. ലിറ്ററേച്ചർ ലാസ്ലോ. പീസ് സമാധാനം മേരി. എക്കണോമി ഫിലിപ്സ് കർവ്. ഫിലിപ്പ് എവിടെ പോയി? ജൂപ്പിറ്റർ പോയി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ 2025 നോബേല്. അപ്പോൾ 2025-26 എക്സാമിലേക്ക് നോബൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ കൂടെ 2024 നോബൽ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. വിന്നേഴ്സിനെ അറിഞ്ഞില്ലെങ്കിൽ പോലും എന്തിലായിരുന്നു എന്നെങ്കിലും 2024 നോബൽ ഒന്ന് മനസ്സിലാക്കിയാൽ ഈസിയായി എലിമിനേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരം വളരെ കോംപ്ലിക്കേറ്റഡ് ആയ വിന്നേഴ്സ് വരുന്ന നീണ്ട നിര തന്നെ വരികയാണെങ്കിൽ വളരെ ഷോർട്ടായിട്ട് ലളിതമായി കോഡ് ഉണ്ടാക്കിക്കൊണ്ട് വളരെ മനസ്സിലാക്കിക്കൊണ്ട് ക്രിസ്പ് ആക്കിക്കൊണ്ട് പഠിച്ചെടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. ഒരു വട്ടം നോബൽ പഠിച്ചു കഴിഞ്ഞാൽ പക്കയായിരിക്കണം. വീണ്ടും ഓരോ എക്സാമിന് ഇനിയിപ്പോൾ PSCയിൽ നമുക്ക് ഡിസംബറിൽ ബീറ്റ് ഫോറസ്റ്റ് വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഡിഗ്രി പ്രിലിംസിന്റെ തയ്യാറെടുപ്പിലേക്കായി. ബീറ്റ് ഫോറസ്റ്റിന് ഒരു വട്ടം നോബൽ പഠിച്ചു, പിന്നെ വീണ്ടും ഡിഗ്രി പ്രിലിംസിന് വീണ്ടും നോബൽ പഠിക്കേണ്ട അവസ്ഥ വരരുത്. ഓൾറെഡി അറിഞ്ഞിരിക്കുന്നത് റിവിഷൻ ചെയ്യേണ്ടതേ വരെ പാടുള്ളൂ. ഓൾറെഡി പഠിച്ച കോഡ് പക്കയായി അറിഞ്ഞിരിക്കുക, വീണ്ടും റിവൈസ് ചെയ്യുക, മറക്കാതിരിക്കുക. ഇനി ഒരു കൊല്ലത്തേക്ക് 10th ലെവലായിട്ടും +2 ലെവലായിട്ടും ഡിഗ്രി ലെവലായിട്ടും മാറിയും മറിഞ്ഞും വിന്നേഴ്സ് ആയിട്ടും അല്ലെങ്കിൽ അവരുടെ ഡിസ്കവറി ആയിട്ടും തിരിഞ്ഞും മറിഞ്ഞും ഒരു ചോദ്യം ഉറപ്പായി വരുന്ന ഒന്നാണ് നോബൽ സമ്മാനം. നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. വീണ്ടും ഒരു